ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം വന്നിട്ട് രാത്രി 11:30 11:30 നമ്മുടെ ആട്ടോ ഫീൽഡിലുള്ളവരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതാണ്. രാത്രി 11:30 വീട്ടിൽ പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു ഓട്ടം കിട്ടിയാൽ നമുക്ക് അതെടുത്തിട്ട് വീട്ടിൽ പോകാം എന്നൊരു പ്രതീക്ഷയോടെ കിടക്കുന്നവരാണ് നമ്മളെ ഓട്ടോ എന്ന് പറഞ്ഞാൽ. ഞാനും ഓട്ടോ ഓടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ കഷ്ടപ്പാട് ദുഃഖം എല്ലാം എനിക്ക് മനസ്സിലാവും. ഓട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഇപ്പം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഭയങ്കര ഇതാണ്. പക്ഷേ നമ്മൾ പോയാലേ അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. ഓട്ടോ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാണ്. ഇത്രയും സമയമായിട്ട് ഇവരെല്ലാം വീടും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ കിടക്കുന്നവരെല്ലാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഓട്ടം കിട്ടിയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം, ആ ഒരു പ്രതീക്ഷയിൽ കിടക്കുന്നവരാണ് ഇവർ. അപ്പോൾ ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടാക്കട മെയിൻ സ്റ്റാൻഡാണ്. കാട്ടാക്കട 2-3 സ്റ്റാൻഡുണ്ട്, 2-3 സ്റ്റാൻഡുണ്ട്. പക്ഷേ ഇതാണ് കാട്ടാക്കടത്തെ മെയിൻ സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്തപ്പോഴും നമ്മൾ ആട്ടേണ്ട സമയത്ത് നമ്മൾ ഓടിക്കൊണ്ട് കിടന്ന മെയിൻ സ്റ്റാൻഡാണിത്. അപ്പോൾ നമ്മൾ രാത്രി 11:30 നമ്മൾ അതിൽ പോയപ്പോൾ നമ്മൾ എടുത്തതാണ്, ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. ഇവരെല്ലാം കണ്ടപ്പം അങ്ങ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളെ ആട്ടോ എന്ന് വെച്ചാൽ നമുക്കിവിടെ അത്രയ്ക്കും നല്ല ഒരു കമ്പനിയാണ് നമ്മളെ കാട്ടാക്കട സ്റ്റാൻഡുമായിട്ട്. അത്രയ്ക്കും നല്ല ആത്മബന്ധവും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ നമ്മളെ സഹോദരന്മാരും ചേട്ടന്മാരും അനിയന്മാരും നമ്മളെ വാവ വേണ്ട കൊച്ചു പയ്യായി, അപ്പോൾ നമ്മളെ വാവയാണ്. എല്ലാവരും അത്രയ്ക്കും നല്ല കമ്പനിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ കാർപ്പൻ്റർ വർക്കാണെങ്കിൽ ഞാൻ നാട്ടെടുത്ത സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പണിയില്ലാത്ത സമയത്ത് വണ്ടി ഓടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഓട്ടം എടുത്തത്. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റില്ല. ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാണ്. അത് കഷ്ടപ്പെട്ടാലേ നമുക്ക് ഇപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ ഒരു 40 രൂപയ്ക്കായിരിക്കും വെയിറ്റ് ചെയ്യണത്. നമുക്കറിയാമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചെറിയ ഓട്ടം 40, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാവരും. അവനൊക്കെ അത്രയും ഒരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കണ്ട കൊണ്ട് പോകുന്നൊക്കെയാണ് പറയണത്. ഞാൻ പറയണ എല്ലാവരും അറിയട്ടെ, ആട്ടം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. അത് പക്ഷേ അത് നമ്മൾ പോയിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാനും പറ്റുള്ളൂ. എനിക്കറിയാം, ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആട്ടോ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കഷ്ടപ്പാടാണ്. നിങ്ങൾ പുറത്തുനിന്നുള്ളവർ വിചാരിക്കുക ആട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. എപ്പോഴും നിങ്ങൾ ആട്ടോ എടുത്തുകൊണ്ട് ഒരു സ്റ്റാൻഡിലാണ് നിങ്ങൾ കിടന്ന് ഓടുമ്പോഴേ അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. ആട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാണ്. അത് പോയിട്ടുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളെ കാട്ടാക്കട മെയിൻ സ്റ്റാൻഡ് നമുക്ക് അത്രയും കമ്പനിയുണ്ട്. എല്ലാവരും നമ്മളെ സഹോദരന്മാരാണ്. അത്രയ്ക്കും നല്ല ഒരു കമ്പനിയായിട്ടുള്ള സ്റ്റാൻഡാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ പല പാർട്ടികളുണ്ട്. അല്ല, മൂന്ന് പാർട്ടി എന്തുകൊണ്ട് 3 പാർട്ടി. ഇവിടെ പാർട്ടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഈ സ്റ്റാൻഡിൽ. അതാണ് ഇവരെ ഒരു പ്ലസ് പോയിൻ്റ് നമുക്കുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം BMS ആയാലും കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, അങ്ങനെ പല പാർട്ടി ഉണ്ടെങ്കിലും പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഈ സ്റ്റാൻഡിനകത്തില്ല. അത് പുറത്താണ് അവർക്ക് ആ പാർട്ടിയുടെ ഒരു ഇത് പറഞ്ഞത്. പക്ഷേ അത്രയ്ക്ക് അതാണ് അവരിത്. അത് നമ്മളെ നിജാതളിയായി ആളിയെന്ന് പറഞ്ഞാൽ ചങ്കാണ്, നമ്മളെ ചങ്കാണ് അവ. അതാണ് അത്. പാർട്ടിയൊന്നുമില്ല. പാർട്ടി ഇല്ലാത്ത ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടാക്കട. ഇപ്പോൾ നമ്മൾ ഇവിടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് എടുത്താൽ ചില സ്റ്റാൻഡിലെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അടിയും വഴക്കും. പക്ഷേ നമ്മളെ ഈ കാട്ടാക്കട സ്റ്റാൻഡിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. പാർട്ടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പാർട്ടിയുണ്ട്, അതൊക്കെ പുറത്താണ്. പാർട്ടിയുടെ പരിപാടി എല്ലാം ഉണ്ട് അവിടെ. പക്ഷേ നമ്മളെ സ്റ്റാൻഡിലെല്ലാവരും ഒന്നാണ്. എന്ന് വെച്ചാൽ അവിടെ പാർട്ടിയുടെ ആ ഒരു ഇത് ഇല്ല. എല്ലാവരും മനുഷ്യനായിട്ടുള്ള ആ ഒരു ഇതാണ്, മനുഷ്യരാണ് എല്ലാവരും. അപ്പോൾ അതാണ് നമ്മളെ കാട്ടാക്കട സ്റ്റാൻഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അത്രയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ നമ്മളെ ഓട്ടോ ഫീൽഡാണ് ഇത്. നമ്മളെ കാട്ടാക്കട ആണ്, കാട്ടാക്കട മെയിൻ സ്റ്റാൻഡാണ്. ഇപ്പോൾ സമയം വന്നിട്ട് രാത്രി 11:30. 11:30 ഇവനും കുടുംബം കുട്ടികളുള്ളവനാണ്. എന്തെങ്കിലും കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓട്ടോ എടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കിടക്കുന്ന ടീമുകളാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആട്ടോയെക്കുറിച്ച് പറയാനുള്ളത്, ആട്ടോ സ്റ്റാൻഡിനെ കുറിച്ച് പറയാനുള്ളത്.